Hello everyone, assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. 2025 റമദാൻ ഭയങ്കര സ്പെഷ്യലായിരുന്നു എനിക്ക്. ആൻഡ് ആ ഒരു ടൈമിൽ നടന്ന കുറച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള ഇതിനൊന്നും സ്പെഷ്യലായിട്ട് വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലായിരുന്നില്ല. ആൻഡ് 2025 റമദാനിൽ അൽഹംദുലില്ലാ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒരുപാട് മെമ്മറീസ് പഠിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെമ്മറി ആയിരുന്നു നമ്മളുടെ കാറ് വാങ്ങിയത്. നമ്മളെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വന്നെന്ന് തന്നെ പറയാം. എൻ്റെ ഹസ്ബൻഡ് അപ് ടു 2 years ആയിട്ട് ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ആൻഡ് ഫൈനലി അൽഹംദുലില്ലാ അല്ലാഹ് ഈസ് മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. ആൻഡ് അൽഹംദുലില്ലാ അല്ലാഹ് ഈസ് ദ ബെസ്റ്റ് ഓഫ് പ്ലാനേഴ്സ്. റമദാൻ ഫസ്റ്റ് 10 daysലായിരുന്നു നമ്മളുടെ കാർ റിസീവ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റമദാനിൽ ഇൻക്ലൂഡ് ചെയ്തു അൽഹംദുലില്ലാ. ആൻഡ് അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാലമായിട്ട് ഇതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന, അതാ പറയുന്നത്, ഒരു മൈൽഡായിട്ടുള്ള ഒരു ഡ്രീമാണെങ്കിൽ പോലും പഠിച്ചവൻ്റെ ടൈമില്ലാണ്ട് നമുക്കത് കിട്ടൂല എന്നുള്ളതിൻ്റെ ഒരു മെയിൻ എക്സാമ്പിളാണ് എൻ്റെ ഈ ഒരു പർച്ചേസ് ഫ്രം ഐക്കിയ. നമ്മളൊരു ടാബിൾ വാങ്ങി. ഇറ്റ്സ് എ വെരി സ്മോൾ 4-chair ടാബിൾ. ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് 6 അങ്ങനെയും ചെയ്യാം. ഇതും ഞാൻ അറൗണ്ട് ഒരു 1 year ആയിട്ട് ഡ്രീം ചെയ്യുന്നതായിരുന്നു. അൽഹംദുലില്ലാ ഫൈനലി വാങ്ങി. ആൻഡ് ഇറ്റ്സ് എ ഈദ് മോർണിംഗ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പെഷ്യൽ വൈബാല്ലേ ഈദിന്. ഞാൻ കുറച്ച് സ്നാക്സൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ. ഈദ് ഡേ എനിക്ക് ഫീവർ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഓഫ് ഈദ് നമ്മൾ ജസ്റ്റ് വീട്ടിൽ വെച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡേ നമ്മൾ അബുദാബിയിൽ ഹസ്ബൻഡ് ഫാമിലി പോയി. ആൻഡ് തേർഡ് ഡേ നമ്മൾ കോഫക്കാൻ, ഫുജേറ അങ്ങോട്ടൊക്കെ പോയി. നമ്മൾ ആക്ച്വലി ഇവിടെ 2 to 3 years ബാക്ക് പോയതാണ്, പ്രീവിയസ് ഇയറിൽ പോയതാണ്. പക്ഷേ ബേബി അബൂദിനെ ഓർമ്മ വെച്ചിട്ട് നമ്മൾ പോയിട്ടില്ല. ഐ റിയലി വാണ്ട് ടു മേക്ക് മെമ്മറീസ് വിത്ത് ഹിം ഓൾവേസ് ആൻഡ് ഓൾവേസ്. സോ അവന് വലുതായതിൻ്റെ ശേഷം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആൻഡ് ഹീസ് റിയലി ഹാപ്പി. ആക്ച്വലി കോഫക്കാനാണ് എൻ്റെ മെയിൻ സ്പോട്ട് പ്ലേസ്. അവിടെ പോയിട്ട് വാട്ടർഫോളൊക്കെ കണ്ടിട്ട് ഫുജേറയിൽ പോകുന്നതാണ് നമ്മൾ വിചാരിച്ചത്. അൽഹംദുലില്ലാ ലാസ്റ്റ് 2 to 3 years ഒക്കെ ആയിട്ടാണ് ഇവിടെ ഭയങ്കര റഷായിട്ട് ടൂറിസ്റ്റേഴ്സൊക്കെ വരാൻ തുടങ്ങിയത്. അതിന് മുന്നൊന്നും ഇത്രയും റഷ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഈവനിങ്ങും നൈറ്റ് ഔട്ടും ആയിട്ടുള്ള ആ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റി. ആൻഡ് അബൂദി സോ എക്സൈറ്റഡ് ബിക്കോസ് ഇങ്ങനത്തെ സംഭവങ്ങൾ നാട്ടിൽ കൂടുതലാണെങ്കിലും ഇവിടെയൊക്കെ വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്നതല്ലേ. സോ അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ അപ്പർ ഡൗണിലുള്ള റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. നമ്മൾ അത്യാവശ്യം കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ച് ഫുജേറയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വന്നു. സോ ദിസ് ഈസ് മൈ ഈദ് ഡേയ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഡ്യൂറിങ് റമദാൻ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് ടു നോർമൽ ലൈഫ് അൽഹംദുലില്ലാ. ഇത് കഴിഞ്ഞൊരു 1 week കഴിഞ്ഞിട്ട് എടുത്ത വ്ളോഗാണ്. ആൻഡ് ഐ റിയലി വാണ്ട് ടു ഷെയർ ഹിയർ ബിക്കോസ് ബാക്ക് ടു റൂട്ടീൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ് സംടൈംസ്, റൈറ്റ്? 30 days റമദാനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് റമദാനിന് വേണ്ടിയിട്ട് മാത്രം സ്പെൻഡ് ചെയ്തിട്ട് ബാക്ക് ടു റൂട്ടീൻസിലേക്ക് വരാമെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ മീ. പക്ഷേ അൽഹംദുലില്ലാ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും 1 week എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ബാക്ക് ടു റൂട്ടീൻസിലേക്ക് വരാൻ വേണ്ടി പറ്റി.
ആൻഡ് എല്ലാ ദിവസവും റമദാനാവുമ്പം എഴുന്നേറ്റിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ ഡ്രസ്സ് ഫോൾഡ് ചെയ്യലും ബേബി അബുദിന് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യലും ഒക്കെ തന്നെയാണ്. സോ അതിലൊന്നും വലിയ രീതിയിൽ ചേഞ്ചസ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ റമദാൻ ആയതുകൊണ്ട് തന്നെ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ലൈക്ക് ബേക്കിംഗ് പോലെയുള്ളതൊക്കെ റമദാനിന് നമ്മൾ സ്നാക്സൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണല്ലോ. സോ എൻ്റെ ബേക്കിംഗ് ഒരു സംഭവങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ബേബി അബൂദ് റമദാൻ ആവുന്ന സമയത്ത് 4-4:30 ടൈമിൽ എഴുന്നേൽക്കും. ആൻഡ് തിരിച്ച് കിടക്കുന്നത് 7-7:30 ഒക്കെ ആകുമ്പോഴാണ്. ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത്, ലൈക്ക് ഒരു 8 ഒക്കെ ആകുമ്പോൾ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ബേസിക്കായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്ത് തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്വിക്കായിട്ട് ചെയ്ത് തീർക്കും. ലൈക്ക് ക്ലീനിങ് ആൻഡ് ഫോൾഡിങ് ക്ലോത്ത്സ്, ലോണ്ടറി പോലെയുള്ള കാര്യങ്ങൾ. മോൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവന് ക്വിക്കായിട്ടൊരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് കളിയും ബോഡി വാഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഒരു മിഡ് ടൈം സ്നാക്കായിട്ട് എന്തെങ്കിലും കൊടുക്കും. സോ മോൻ്റെ റുട്ടീൻസിലൊന്നും ഒരു ചേഞ്ചസും ഇല്ല. അത് റമദാനാണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും അതിന് ശേഷമാണെങ്കിലും സെയിം ഒരുപോലെ തന്നെ അങ്ങ് പോകുന്നു. മോൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാണ് ഞാൻ ക്വിക്കായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യൽ. അതിൽ ഫസ്റ്റ് ഐ എം ജസ്റ്റ് മേക്കിംഗ് മൈ ബെഡ് ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ. എനിക്ക് റൂം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോനും അൽഹംദുലില്ലാ അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മക്കൾ ഫോളോ ചെയ്യും. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പാരൻറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. ആൻഡ് ബെഡൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ മോൻ ഫുഡ് കഴിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ക്ലീനിങ് ആൻഡ് മോപ്പിങ്. ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് സ്പോട്ടിൽ മോർണിംഗ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം ആ ഒരു ഡേ ഉണ്ടാവുമെന്ന് ഡീപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഒരു 8 തന്നെ അല്ലെങ്കിൽ ഒരു 9 തന്നെ മാക്സിമം ഡീപ്പ് ക്ലീനിങ്ങും ലോണ്ട്രിയും വാഷിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ടൈമില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് ഐഡിയ പറഞ്ഞു തരാം. നമ്മൾ മോർണിംഗ് എണീറ്റ് ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെയും അല്ലെങ്കിൽ ന്യൂ ബോൺസിൻ്റെ ഒക്കെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യങ്ങൾ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒരുപാട് ഹാർഡ് വർക്ക് അതിൽ അപ്ലൈ ചെയ്യാണ്ട് ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുന്നതെന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ആൻഡ് അൽഹംദുലില്ലാ ഈ ഒരു ഐഡിയ ഫോളോ ചെയ്തതിന് ശേഷമാണ് എൻ്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയി തുടങ്ങിയത്. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺസ് ഓരോരുത്തരെയും ലൈഫ് സ്റ്റൈൽ. മാക്സിമം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേ ഒരുപാട് ടൈം സേവ് ചെയ്യാനും ഒരു ഡേ ഒരുപാട് ഡ്യൂറേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ടൈമില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ക്ലീനിങ്ങും മോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഞാൻ ലുഹാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഞാൻ റമദാൻ സീരീസിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിർബന്ധമായിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളിൽ ഒന്നാണ് ലുഹാന്ന്. വളരെ ക്വിക്കായിട്ട് സിമ്പിളായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഏത് വർക്കിനിടയിലാണെങ്കിലും ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് വന്ന് നിസ്കരിച്ചിട്ട് പോവുക. പഠിച്ചവൻ്റെ മുന്നിലിരിക്കുക. നമുക്കങ്ങനെ ഒരുപാട് ടൈം വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇരിക്കുന്ന സമയം വളരെ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചവൻ നമുക്കതിന് തക്കതായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും. ആൻഡ് അൽഹംദുലില്ലാ ലുഹാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് ഹെഡ് ഔട്ട് ചെയ്തു. ബിക്കോസ് എനിക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾക്ക് ക്വിക്കായിട്ട് ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുക്ക് വെയർ സെറ്റ്സൊക്കെ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് കിസൈ സ്റ്റേഡിയം ലുലുന്നാണ്. അവിടുന്ന് വാങ്ങിയ ഒരുപാട് പ്രൊഡക്ട്സ് സ്റ്റിൽ ഞാൻ ഒരു ഡാമേജും കൂടാണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളെ യൂസേജ് അനുസരിച്ചിരിക്കും അതിൻ്റെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി. സോ നല്ല രീതിയിൽ ഏതൊരു പ്രൊഡക്റ്റും നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇതിലൊരു ടിപ്പ് എന്ന് പറയുന്നത്, ടിപ്പ് നമ്പർ 1, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുക്ക് വെയർ സെറ്റ്സൊക്കെ ഇനി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കാസ്റ്റ് അയൺസ് സെറ്റോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കോട്ടഡ് പ്രൊഡക്ട്സ് ഏതാണെങ്കിലും അത് അവോയ്ഡ് ചെയ്യുക. ഗ്രാനൈറ്റ് പോലുള്ള പ്രൊഡക്ട്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടിപ്പ് നമ്പർ 2, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇഷ്ടങ്ങളെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. ആൻഡ് റമദാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ബേക്കിംഗ് ആയിരുന്നു. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ബേക്കറൊന്നുമല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ബേക്ക് ചെയ്ത് കഴിക്കുന്ന കുറച്ച് ഫുഡുണ്ട്. അതിന് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് തോന്നിയപ്പോൾ ഞാനൊരു ക്വിക്കായിട്ടുള്ള സ്വീറ്റ് ബനാന കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റും വെച്ചിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കുന്നതാണ്.
ആൻഡ് ഇറ്റ്സ് വെരി ഈസി ആൻഡ് സിമ്പിൾ ടു മേക്ക്. 2 to 3 ടൈംസ് ഒക്കെ ഞാൻ എൻ്റെ വ്ളോഗ്സിൽ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഷുഗർ ആഡ് ചെയ്തതുകൊണ്ട് ബിബിയപ്പൂത് ഇത് കഴിക്കില്ല. സോ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ളൊരു വേയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോമാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ യൂസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് വീറ്റ് ഫ്ലോറോ ബാർലി ഫ്ലോറോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ പോലെയുള്ള പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വിത്തൗട്ട് ഷുഗർ ആണെന്നുണ്ടെങ്കിലും ബനാനൻ്റെ ആ ഒരു മൈൽഡ് യമ്മി ഷുഗർ ടേസ്റ്റ് ഉണ്ടാവും. സോ അങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു വേയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറ്. ആൻഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോക്ലേറ്റ് മിക്സ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കുക. ചോക്കോ ചിപ്സിനേക്കാളും എനിക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തപ്പോൾ ഇഷ്ടമായിട്ട് തോന്നിയത് കയ്യിലുള്ള ഇതുപോലുള്ള ഏതെങ്കിലും ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. സോ കയ്യിൽ കറൻ്റ്ലി ഉള്ള ഒരു മോൾഡിൽ ഞാൻ അതിൻ്റെ ഡോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ടൊന്ന് ചോക്ലേറ്റ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യുക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന എയർ ഫ്രയർ ഫ്രണ്ട്ലി ബനാന കേക്കാണിത്. നിങ്ങളുടെ കയ്യിൽ അവൻ ഉണ്ടെങ്കിൽ അവനിലും വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബോത്ത് ആർ ഫൈൻ. ആൻഡ് കറൻ്റ്ലി ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ന്യൂട്രി കുക്കിൻ്റെ എയർ ഫ്രയറിലാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ട് ബേക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ലാന്ന്. ആക്ച്വലി ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും ടൈമിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞാൻ എപ്പോഴും ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ്. ഇനിയിപ്പോൾ കുക്കീസാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമിൽ ഡിഫറൻസ് വരും, പക്ഷേ ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരുന്നില്ല. കപ്പ് കേക്കാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ടൈമിൽ ഡിഫറൻസ് വരും, ടെമ്പറേച്ചറിൽ മാറ്റമൊന്നും വരുന്നില്ല. സോ എല്ലാ കാര്യങ്ങളും ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിലും ടൈമിലും സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. റമദാൻ കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടു റൂട്ടീനിലേക്ക് വന്നെങ്കിലും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റമദാനിൽ നമ്മൾ ഒരുപാട് ടൈം ഇബാദത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ട്രൈ ചെയ്യും. സോ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇബാദത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറഞ്ഞു പോയി അല്ലെങ്കിൽ അതിന് വേണ്ടി ടൈം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ നല്ല രീതിയിൽ റമദാനിലെ റൂട്ടീൻസ് മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഭയങ്കര പീസ്ഫുൾ ആൻഡ് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു റമദാൻ ടൈമിൽ. ആഫ്റ്റർ ദാറ്റ് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. സോ ആ ഒരു റമദാനിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ കറണ്ട് ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെയിനാണ് ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം. സോ റമദാൻ്റെ റുട്ടീൻസിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു റൂട്ടീൻസ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പറ്റുന്നത്ര ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. റമദാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇബാദത്തിൽ ഒട്ടും തന്നെ കുറവ് വരുത്താണ്ടിരിക്കുക. ലൈറ്റായിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മളുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ട്. സ്മെൽ സോ ഗുഡ്. ബനാനൊക്കെ ഒരു സ്മെല്ലില്ലേ, അത് ചോക്ലേറ്റിൽ മിക്സ് ആകുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് വരും. ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ്. ഞാൻ വിചാരിച്ചതിലധികം യമ്മി ആയിരുന്നു. മോന് ചോക്ലേറ്റ്സും ഷുഗറൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും വലിയ രീതിയിൽ ട്രൈ ചെയ്തില്ല. സോ ബനാന ആൻഡ് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ബനാന കേക്ക് എൻ്റെ ഒരു പേഴ്സണൽ റെസിപ്പിയാണ്. ആൻഡ് ഇറ്റ് കംസ് ഔട്ട് റിയലി വെൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ട്രൈ. ഇറ്റ് ഈസ് സോ ഗുഡ്. എല്ലാ പ്രാവശ്യവും ഞാൻ ബനാന കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് 2 or 3 ബനാന ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് 250 ml ഒരു കപ്പിന് 1 ബനാന എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ എടുക്കുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് സോ ഗുഡ്. നല്ല മൈൽഡായിട്ടുള്ള ഷുഗറി ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് നല്ല സ്വീറ്റി ആയിട്ടുള്ള ബനാനയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ബേക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 2 to 3 പീസ് കഴിച്ച് എൻ്റെ ക്രേവിങ്സിന് ഒരു ലിമിറ്റ് ഇട്ടു. ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ്. കംപ്ലീറ്റ്ലി കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷമാണ് ഏതൊരു കേക്കാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവല്. സോ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്ലാസ് ജാറിലോ സെറാമിക് പോട്ട്സിലേക്കോ സ്റ്റോർ ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ സ്റ്റോറേജ് ലിമിറ്റ് അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1 week. എനിക്ക് തോന്നുന്നു ബനാന ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ മാക്സിമം 2 to 3 days വരെയൊക്കെ ഇത് സ്റ്റോർ ചെയ്യാറുള്ളൂ. അതിന് മുന്നേ തന്നെ ഫിനിഷ് ആക്കും. ഏതൊരു ഫുഡാണെങ്കിലും ഒരുപാട് ടൈം സ്റ്റോർ ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഫിനിഷ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടിയും ഹെൽത്തി. റമദാൻ കഴിഞ്ഞതിന് ശേഷം ലൈഫ് സ്റ്റൈലിൽ മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്.
ബട്ട് ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെ അല്ലെങ്കിൽ ന്യൂ ബോൺസിൻ്റെ പാരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. ബിക്കോസ് അവരുടെ റമദാൻ റുട്ടീൻസും പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റുട്ടീൻസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്തായാലും ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ എന്നെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും ബിബി അബൂദ് ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും റമദാൻ കഴിഞ്ഞിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബേക്ക് ചെയ്ത ബനാന കേക്ക് നന്നായിട്ട് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും ഏതൊരു ഫുഡാണെങ്കിലും ഏതൊരു ഗ്രോസറി ഐറ്റം ആണെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാക്സിമം പ്രിഫർ ചെയ്യുന്നത് ഗ്ലാസ് ജാർസോ സെറാമിക് പോട്ട്സോ ആണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും എടുത്ത് പറയുന്നതാണ്. സോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് ട്രൈ ടു ബി പെർഫെക്റ്റ്. അറ്റ്ലീസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ചധികം കോൺഷ്യസ് ആണ് ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിൽ. സോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറാമിക് പോട്ടിലേക്ക് ഉണ്ടാക്കി വെച്ച ബനാന കേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കുന്നുണ്ട്. റമദാൻ ഡേയ്സിൽ ഞാൻ ഉണ്ടാക്കാത്ത ഒരുപാട് നാടൻ ഫുഡ്സ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ക്രേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ഫുഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കും. റമദാൻ കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. സോ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് പ്രിപ്പയർ ചെയ്തതായിരുന്നു സാമ്പാർ. ഓൾറെഡി മോർണിംഗ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യുക്കായിട്ട് നല്ല നാടൻ മട്ട റൈസും സാമ്പാറുമാണ് ഇന്നത്തെ ലഞ്ച്. റമദാനിൽ ഇബാദത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്ത പകുതി ടൈം പോലും ആഫ്റ്റർ റമദാൻ കിട്ടുന്നില്ലല്ലോ. സോ ആ ഒരു കാര്യത്തിലാണ് ഞാൻ കറൻ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. മാക്സിമം ടൈം റമദാനിൽ എങ്ങനെയാണോ ഞാൻ സ്പെൻഡ് ചെയ്തത് അതുപോലെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു റമദാൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം ടൈം സേവ് ചെയ്യുക എന്നുള്ളതാണ് കറൻ്റ്ലി എൻ്റെ ഒരു തോട്ട്. അതുകൊണ്ട് ഡിന്നറൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു റമദാനും ഈദും ഒക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ബാക്ക് ടു റൂട്ടീൻസ് വ്ളോഗ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഒരുപാട് ആൾക്കാർ ഡെയിലി വ്ളോഗ്സ് അല്ലെങ്കിൽ ഈദ് വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ വന്നിട്ട് പറയാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. വ്ളോഗ്സ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. So thank you so much to those who are watching till the end, and thank you so much. Hope you enjoy and let me know in the comments.